Question number 36. Okay, an object moving in a straight line with velocity 100 meter per second. ഇപ്പോൾ ഇത് ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റിയാണ്. ഗോസ് പാസ്റ്റ് എ സ്റ്റേഷനറി ഒബ്സർവർ. ഇപ്പോൾ ഒബ്സർവർ ഇത് ഒബ്ജക്റ്റ് എന്നുള്ളതോട് അതിൻ്റെ സോഴ്സ് തന്നെ എടുക്കുകയാണ്. ഒബ്സർവർ ഇവിടെ സ്റ്റേഷനറിയാണ്, അതിന് 0 meter per second ആണ് സ്പീഡ്, അതായത് സ്റ്റേഷനറിയാണ്. ഇഫ് ദ ഒബ്ജക്റ്റ് എമിറ്റ്സ് എ നോട്ട് ഓഫ് 400 hertz, ഫ്രീക്വൻസി അപ്പാരൻ്റ് അല്ലാതെ ശരിക്കും ഒറിജിനൽ ഫ്രീക്വൻസി എത്രയാണ്? 400 hertz ആണ്. While moving, the change in frequency noted by the observer as the object goes past him. ആ സ്റ്റേഷനറി ഒബ്സർവറിനെ പാസ് ചെയ്യുന്ന സമയത്ത് ഇയാൾക്ക് ഫീൽ ചെയ്യുന്ന ഫ്രീക്വൻസി ചേഞ്ച് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് അപ്പാരൻറ്റ് ഫ്രീക്വൻസി രണ്ട് കേസിലും ഫൈൻഡ് ചെയ്തിട്ട് അത് സോൾവ് ചെയ്യാണ് വേണ്ടത്, അതിൻ്റെ ഡിഫറൻസ് ഫൈൻഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇവിടുത്തെ കേസിൽ സ്പീഡ് ഓഫ് സൗണ്ട് എടുക്കേണ്ടത് 300 meter per second ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കേസ് 1 എടുത്താൽ ഇപ്പോൾ നമ്മൾ ഒബ്സർവർ ഇവിടെ സോഴ്സുമാണ്. അപ്പോൾ ഒബ്സർവർ സ്റ്റേഷനറിയാണ്, അയാൾ അപ്രോച്ച് ചെയ്യാണ് ചെയ്യുന്നത് ഫസ്റ്റ്, അല്ലേ? അപ്പോൾ VS സോഴ്സ് ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യണം, ഇയാൾ 0 ആണ്. അപ്പോൾ ഇയാളുടെ അപ്പാരൻറ്റ് ഫ്രീക്വൻസി F' ഈക്വൽ ടു, ഞാൻ ഇതിനെ F1 എടുക്കണം, F1 ഈക്വൽ ടു F0 ഇൻറ്റു, അല്ലേ, ഡോപ്ലസ് ഫോർമുല F0 ഇൻറ്റു നമുക്ക് ഇവിടുത്തെ കേസിൽ അപ്രോച്ച് ചെയ്യാണ്. അപ്പോൾ പക്ഷേ ഒബ്സർവറിൻ്റെ വെലോസിറ്റിയാണ് ന്യൂമറേറ്ററിൽ കൊടുക്കേണ്ടത്, V+VO ബൈ V+VS ഇങ്ങനെയല്ലേ കൊടുക്കുക. അപ്പോൾ ഇതിൽ F0 ഇൻറ്റു VO 0 ആണ് ബൈ V+VS എന്ന് പറയുമ്പം ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യാണ്, അപ്പം നെഗറ്റീവ് ഡയറക്ഷനിലാണുള്ളത്. സോ V-VS എന്നാണ് വരും, അല്ലേ? ഇനി F2 എന്താണ്? F2ൻ്റെ കേസ് 2ൽ ഞാൻ ഫിഗർ വരക്കണില്ല. കേസ് 2ൽ ഇയാൾ ഇങ്ങോട്ട് പോവാണ്, ദാറ്റ് മീൻസ് ഒബ്സർവർ ഇവിടെ ഉണ്ട്, ഇയാൾ സോഴ്സ് ഇങ്ങോട്ട് തിരിച്ചു പോവാണ്. അപ്പോൾ ആകെയുള്ള വ്യത്യാസം ഇവിടെ V-VS എന്നുള്ളത് എന്തായിട്ട് മാറും? V+VS. അപ്പോൾ F0 ഇൻറ്റു V ബൈ V+VS. നമ്മളോട് ചോദിച്ച ഈ ഫ്രീക്വൻസീസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്, ദാറ്റ് ഈസ് F1 മൈനസ് F2 ആണ് ചോദിച്ചത്. F1 മൈനസ് F2 ഫൈൻഡ് ചെയ്യുമ്പോൾ ഞാൻ F0 V കോമൺ ആയിട്ട് എടുത്തു, ബാക്കി എന്താണുള്ളത്? 1 ബൈ V-VS ഇവിടെ മൈനസ് 1 ബൈ V+VS ഇവിടെ, അല്ലേ? സോ F0 V ഇൻറ്റു V+VS മൈനസ് V+VS, അല്ലേ, ഡിവൈഡഡ് ബൈ V+VS ഇൻറ്റു V-VS V² മൈനസ് VS². ദാറ്റ്സ് ഈക്വൽ ടു F0 V ഇൻറ്റു, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ V-V ക്യാൻസൽ ചെയ്യും, 2VS ബൈ V² മൈനസ് VS². അപ്പോൾ VS എത്രയാണ്? നമ്മുടെ 100 meter per second, ഇത് 300 meter per second. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. F0 എന്ന് പറഞ്ഞാൽ 400 ഇൻറ്റു വെലോസിറ്റി, സൗണ്ടിൻ്റെ വെലോസിറ്റി 300 ഇൻറ്റു 2 ഇൻറ്റു VS എന്ന് പറഞ്ഞാൽ 100 ഡിവൈഡഡ് ബൈ 300 സ്ക്വയർ മൈനസ് 100 സ്ക്വയർ. ദാറ്റ്സ് ഈക്വൽ ടു 4 ഇൻറ്റു 3 12 ഇൻറ്റു 10⁴ ഇൻറ്റു 200. ഞാൻ 200 ഡിവൈഡഡ് ബൈ രണ്ടൊന്നും 100 സ്ക്വയർ കോമൺ ആയിട്ട് എടുത്താൽ ഇവിടെ 3² 9, 9 - 1 8. ഇപ്പോൾ 8 12 ക്യാൻസൽ ചെയ്ത് അവിടെ 3, ഇവിടെ 2, ആ 2 ക്യാൻസൽ ചെയ്തു. സോ 3 ഇൻറ്റു 10⁴ 10⁶. ഇവിടുത്തെ കേസിൽ 10⁴ കൂടെ വരും, അപ്പോൾ 10⁻⁴. ദാറ്റ്സ് ഈക്വൽ ടു 300 hertz ആൻസർ. ഓക്കെ, ഓപ്ഷൻ ഏതാണ്? ബി ആണ് ഇത്. ക്വസ്റ്റ്യൻ നമ്പർ 37. The electric flux through any face of a cube due to positive charge Q situated at the center of the cube. ഒരു ക്യൂബ് ഉണ്ട്, അതിൻ്റെ സെൻറ്ററിൽ ഒരു പോസിറ്റീവ് ചാർജ് Q വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് വേണ്ടത് ഫ്ലക്സ് ത്രൂ എനി ഫേസ് ആണ്, എത്രയെന്നാണ് ചോദ്യം. ഗോസസ് തിയറം പ്രകാരം ഫ്ലക്സ് ത്രൂ ദ ഹോൾ ക്യൂബ് എത്രയാണ്? Q എൻക്ലോസ്ഡ് Q തന്നെയാണ് ബൈ ε0 ആണ്. അതിലെ സിമെട്രി ബൈ സിമെട്രി, അല്ലേ? സിമെട്രി കാരണം ഓരോ ഫേസിലൂടെയും ഈക്വൽ ഫ്ലക്സ് ആണ് പോവുക, കാരണം സെൻറ്ററിലാണ് ഇയാൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഫേസിലൂടെ എത്ര ഫേസ് ഉണ്ട്? ടോട്ടൽ 6 അല്ലേ? അപ്പോൾ ഒരു ഫേസിലൂടെ ഇതിൻ്റെ 1/6 ആണ് പോകുക. സോ Q ബൈ 6 ε0, ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 38. A capacitance of parallel plate capacitor is 10 microfarad. Dielectric constant of the medium to be introduced in between the plates to double its capacitance. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ ε0 εr A/d എന്നാണ്, അല്ലേ?
അപ്പോൾ ഇതിൽ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന് 10 മൈക്രോ ഫാരഡ് ആണ് കപ്പാസിറ്റൻസ്. ഏത് മീഡിയം ഇൻട്രൊഡ്യൂസ് ചെയ്താലാണ് ഈ കപ്പാസിറ്റൻസ് ഡബിൾ ആവുക? നമുക്ക് എപ്സിലോൺ ആർ പിന്നെ എത്ര വന്നാലാണ്? എയർ കപ്പാസിറ്റർ ആയപ്പോഴാണ് ഇത്, എയർ കപ്പാസിറ്റർ ആകുമ്പോൾ ഇത് 1 ആണ്. അപ്പോൾ ഇത് എപ്സിലോൺ ആർ 2 ആയാലല്ലേ ഡബിൾ ആവുക? എപ്സിലോൺ ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ലേ? അപ്പോൾ എപ്സിലോൺ ആർ 2 ആകുമ്പോൾ കപ്പാസിറ്റൻസ് ഡബിൾ ആവും. ഓപ്ഷൻ എ. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 39. The electric potential V at any point xyz in a plane is given by V equal to 4z square volt, where xyz are all in meters. The electric field at the point 1, 0, 2. നമുക്ക് അറിയേണ്ടത് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് 1,0,2 എത്രയാണ്? അപ്പോൾ നമുക്ക് അറിയുന്ന ഒരു ഫോർമുല, ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു മൈനസ് ഓഫ് ഡോ വി ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ വി ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ വി ബൈ ഡോ സെറ്റ് കെ. ഇതല്ലേ നമുക്ക് അറിയുന്ന ഫോർമുല. ഇലക്ട്രിക് ഫീൽഡ് ഇസ് നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ. നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യലാണ് ഇലക്ട്രിക് ഫീൽഡ്. നമുക്ക് ഇവിടുത്തെ കേസിൽ എക്സ് മാത്രം വേരിയബിൾ ആയിട്ട് എടുക്കുക, ബാക്കിയൊക്കെ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ 0 ഐ എന്നല്ലേ വരിക? ഇവിടെ എക്സ് മാത്രം വേരിയബിൾ ആയിട്ട് എടുക്കുക, ബാക്കിയൊക്കെ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുക. ഇനി ഇവിടെ വൈ മാത്രം വേരിയബിൾ ആയിട്ട് എടുക്കുക, ബാക്കിയൊക്കെ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുക. അവിടെ കോൺസ്റ്റൻ്റ് അല്ലേ ഉള്ളൂ അപ്പോൾ പ്ലസ്. പക്ഷേ ഇവിടുത്തെ കേസിൽ ഡോ വി ബൈ ഡോ സെറ്റ് എന്ന് വരുമ്പോൾ ഇവിടുത്തെ കേസിൽ സെറ്റ് മാത്രം വേരിയബിൾ ആയിട്ട് എടുക്കാനുള്ളൂ എന്നുള്ളതുകൊണ്ട് 8z എന്നല്ല ഇതിൻ്റെ ഡെറിവേറ്റീവ് വരിക, 8zk. ദാറ്റ് ഈസ് മൈനസ് 8zk ആണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് വരിക. ഇനി അത് സെറ്റ് ഇവിടുത്തെ കേസിൽ 1,0,2 ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇവിടെ 8z മാത്രമല്ലേ കൊടുക്കാനുള്ളൂ, 2k. ദാറ്റ് ഈസ് മൈനസ് 16k ആണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് വരിക. നമ്മളോട് ചോദിച്ചത് ഇതിൽ താഴെ കാണുന്ന ഓപ്ഷൻസിൽ ഏതാണ്? 16 ആണ്, പക്ഷേ പോസിറ്റീവ് എക്സ് ആക്സിസ് സെറ്റ് ആക്സിസ് അല്ല, നെഗറ്റീവ് സെറ്റ് ആക്സിസ് ആണ്. ഓപ്ഷൻ ഡി, കാരണം മൈനസ് ഉള്ളത്. ഓക്കെ. ദിസ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 40. The work done in moving a point charge of 10 microcoulomb through a distance of 3 cm along the equatorial axis of an electric dipole. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇക്വറ്റോറിയൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ഇക്വറ്റോറിയൽ ആക്സിസിൽ ഡൈപ്പോളിൻ്റെ 2 ചാർജും കാരണമുള്ള പൊട്ടൻഷ്യൽ 2 ഈക്വൽ ആയിട്ട് ക്യാൻസൽ ചെയ്ത് 0 ആവും. അപ്പോൾ ഇക്വറ്റോറിയൽ പോയിൻറ്റ്സ് മുഴുവനായിട്ടും, ഇക്വറ്റോറിയൽ ആക്സിസ് മുഴുവനായിട്ടും 0 പൊട്ടൻഷ്യലാണുള്ളത് ഡൈപ്പോളിൻ്റെ. അപ്പോൾ അതിലൂടെ ഏത് ഇപ്പോൾ ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് പോലെ ചാർജിന് എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്താലും വർക്ക് ഡൺ എന്തായിരിക്കും? 0. കാരണം ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് ആണ് ഇതിൽ മൂവ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഈ 0 ആണ്. 41. A steady current flows in a metallic conductor of non-uniform cross section. ഒരു നോൺ യൂണിഫോം ക്രോസ് സെക്ഷൻ ഉള്ള ഒരു കണ്ടക്ടർ ഉണ്ട്. ഇപ്പോൾ ക്രോസ് സെക്ഷൻ യൂണിഫോം അല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഏരിയ ഡിഫറെൻ്റ് ആണ്. അങ്ങനത്തെ ഒരു കണ്ടക്ടർ ഉണ്ട്, അതിലൂടെ ഒരു സ്റ്റഡി കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഏതൊക്കെ ക്വാണ്ടിറ്റീസ് ആണ് എലോങ് ദ ലെങ്ത് കോൺസ്റ്റൻ്റ് ആയി നിൽക്കുക? കറണ്ട്, ഇലക്ട്രിക് ഫീൽഡ്, ഡ്രിഫ്റ്റ് സ്പീഡാണ് ഇതിലെല്ലാത്തിലും ഉള്ളത്. നമുക്ക് ഒരു കാര്യം നിർബന്ധമായിട്ട് അറിയാം, ഇവിടുത്തെ ഏരിയ മാറുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് മാറിയാൽ പോലും ഒരേ ഒരു ഡയറക്ഷനിൽ ഇയാൾക്ക് കറണ്ടിന് പോകാനുള്ളൂ എന്നുള്ളതുകൊണ്ട് കറണ്ട് സെയിം ആയിരിക്കും എന്നുള്ളത് നിർബന്ധമായിട്ട് അറിയാം. അതെല്ലാ ഓപ്ഷനിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കത് അറിയുകയും ചെയ്യാം. ഒരു ഓപ്ഷനിലില്ല, ഡ്രിഫ്റ്റ് സ്പീഡ് എന്നുള്ള ഓപ്ഷനേ ഉള്ളൂ. എന്തായാലും കറണ്ട് എല്ലാ സ്ഥലത്തും നോൺ യൂണിഫോം ആണെങ്കിൽ പോലും കറണ്ട് സെയിം ആണ്. പക്ഷേ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേസ് നോക്കി നോക്കാം. എന്താണ് മൈക്രോസ്കോപ്പിക് ഫോം ഓഫ് ഓംസ് ലോ? J ഈക്വൽ ടു സിഗ്മ ഇ, ഓർ ഇയാളെ കറണ്ട് ബൈ ഏരിയ ഈക്വൽ ടു എന്താണ്? സിഗ്മ ഇ ആണ്. സിഗ്മ കോൺസ്റ്റൻ്റ് ആണ്, കറണ്ട് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ആണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡ് ഏരിയ മാറുന്നതിന്, ഏരിയ ഡിഫറൻ്റ് ആണെന്നാണ് നോൺ യൂണിഫോമിൻ്റെ അർത്ഥം. ഇലക്ട്രിക് ഫീൽഡ് ഏരിയ മാറുന്നതിനനുസരിച്ച് മാറും. അപ്പോൾ അയാൾ എന്തായാലും കോൺസ്റ്റൻ്റ് അല്ല എന്നർത്ഥം. ഇനി രണ്ടാമത്തെ ഡ്രിഫ്റ്റ് വെലോസിറ്റി പറഞ്ഞാൽ എന്താണ്? മൊബിലിറ്റി ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡാണ്. ഇലക്ട്രിക് ഫീൽഡിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, മീൻസ് അയാളും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ആണ്. അപ്പോൾ ക്രോസ് സെക്ഷൻ അനുസരിച്ച് ആരും മാറും, ഡ്രിഫ്റ്റ് വെലോസിറ്റി മാറും. അതുകൊണ്ട് തന്നെ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്നുള്ളതും മാറുന്നതുകൊണ്ട് ഈ ആണ് ആൻസർ. കറണ്ട് മാത്രമേ സെയിം ആയിട്ട് നിൽക്കുള്ളൂ. ഓക്കെ. 42. ഇൻ എ പ്ലാറ്റിനം റെസിസ്റ്റൻസ് തെർമോമീറ്റർ, the resistances of the wire at ice point and steam point are 4 ohm and 4.25 ohm respectively. അതായത് ഐസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി, അതിലുള്ള റെസിസ്റ്റൻസ് 4 ohm ആണ്. 100 ഡിഗ്രി സെൽഷ്യസ് ആണ് സ്റ്റീം പോയിന്റ്, അതിലുള്ള റെസിസ്റ്റൻസ് 4.25 ohm ആണ്. അങ്ങനെയാണെങ്കിൽ തെർമോമീറ്റർ ഹോട്ട് വാട്ടർ ബാത്തിൽ വെച്ചാൽ ഹൂസ് ടെമ്പറേച്ചർ അറിയില്ല നമുക്ക്. അങ്ങനെ ആകുമ്പോൾ റെസിസ്റ്റൻസ് 4.5 ohm കിട്ടിയെങ്കിൽ ടെമ്പറേച്ചർ എത്ര? അപ്പോൾ നമുക്ക് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ റെസിസ്റ്റൻസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? റെസിസ്റ്റൻസ് വെച്ചിട്ടാണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ R100 - R0 by 100 - 0
ഈക്വൽ ടു RT മൈനസ് R0 ബൈ T മൈനസ് 0. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. ലീനിയർ ആയിട്ടുള്ള രീതിയിലാണ് വേരിയേഷൻ ഉള്ളതെന്നുള്ളത്. R100 മീൻസ് 4.25 മൈനസ് R0 4 ഡിവൈഡഡ് ബൈ 100 ഈക്വൽ ടു RT എന്നുള്ളത് 4.5 ആണ് മൈനസ് R0 4 ഡിവൈഡഡ് ബൈ T. ഇത് 0.25 ഡിവൈഡഡ് ബൈ 100 ഈക്വൽ ടു 4.5 മൈനസ് 4 എന്ന് പറഞ്ഞാൽ 0.5 ബൈ T. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്താൽ 0.5ഉം 0.25 ഇവിടെ 2 ആണ് വരിക. T ഈക്വൽ ടു 200 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടും. അപ്പോൾ ആൻസർ ഇ എന്നാണ്, ഓപ്ഷൻ ഇ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 43. ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ്. ഈ താഴെയിൽ സെല്ലിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യാത്തത് ഏതിനെയാണ്? നമുക്ക് ബി ഓപ്ഷൻ നോക്കുക. സർഫസ് ഏരിയ ഓഫ് ഇലക്ട്രോഡ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇലക്ട്രോഡ്, കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്, ടെമ്പറേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ്. ആ സെല്ലിൻ്റെ അകത്തെ സാധനങ്ങളാണ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുക. പുറത്ത് ഏത് എലമെൻറ്റ്സ് ആണ് കണക്ട് ചെയ്തതെന്നുള്ളതിനെ ഇന്റേണൽ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ സെല്ലിൻ്റെ ഇന്റേണൽ പ്രോപ്പർട്ടിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ എന്നുള്ളതുകൊണ്ട് ഏത് സർക്യൂട്ട് എലമെൻറ്റ്സ് ആണ് കണക്ട് ചെയ്തതെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. എ ആണ് ആൻസർ. 44th ക്വസ്റ്റ്യൻ നോക്കിയാൽ 6 cells of each of EMF 5 volt and internal resistance 0.1 ohm are connected as shown in the figure. ഐഡിയൽ വോൾട്ട് മീറ്റർ വെച്ചിട്ടുണ്ട്, അതിൻ്റെ റീഡിങ് എത്രയെന്നാണ് ചോദ്യം. അപ്പം ഇവിടെ ഒരു വോൾട്ട് മീറ്റർ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു സെല്ല്, ഇവിടുത്തെ കേസിൽ എല്ലാ സെല്ലിൻ്റെയും EMF 5 volt ആണ്. ഇന്റേണൽ റെസിസ്റ്റൻസ് 0.1 ohm ആണ്. ഇത് ഫസ്റ്റ് വൺ, സെക്കൻഡ്, തേർഡ്. ഓക്കെ, എല്ലാം പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ്. ഇവിടെ നെഗറ്റീവ് പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ് പോസിറ്റീവ്. സോ 4 5. ഇവിടുത്തെ കേസിൽ ഇത് 6. അങ്ങനെ 6 ആൾക്കാരെ വെച്ചിട്ടുണ്ട് ഒരേപോലെ. ഇപ്പോൾ ഈ കേസിൽ നോക്കുക, ഇവിടുത്തെ EMFഉം ഇങ്ങനെ ഇതിപ്പോൾ 5 volt ആണെങ്കിൽ ഇത് 5 + 5 10, 10 + 5 15. പക്ഷെ നേരെ പിന്നെ ഓപ്പോസിറ്റ് ആണ്. അങ്ങനെ 2 10ഉം കൂടെ കുറച്ച് 5 തന്നെയാണ് വരിക. അപ്പോൾ നെറ്റ് EMF ഈ ഡയറക്ഷനിൽ 5 അല്ലേ? നെറ്റ് EMF ഈ ഡയറക്ഷനിൽ 5 ആണ് വരിക. അപ്പോൾ ഇവിടുത്തെ കേസിൽ ഈ ബ്രാഞ്ചിൽ നെറ്റ് EMF 5 volt ആണ് വരിക. ഇന്റേണൽ റെസിസ്റ്റൻസോ ഓപ്പോസിറ്റ് പൊളാരിറ്റി ആയാലും കൂട്ടുതന്നെ വേണ്ട. 0.1 0.1 0.1 0.1 0.1 0.5 സീരീസല്ല. അപ്പോൾ ഞാൻ ഇതിനൊന്ന് റീഡ്രോ ചെയ്യാണ്. വി ഇവിടുത്തെ കേസിൽ EMF 5 volt, ഇന്റേണൽ റെസിസ്റ്റൻസ് 0.1. ഇവിടുത്തെ കേസിൽ EMF -5 volt അല്ലേ? EMF 5 ഇങ്ങോട്ട് 5 volt, ഇന്റേണൽ റെസിസ്റ്റൻസ് 0.5. അപ്പോൾ നമ്മളോട് ചോദിച്ചത് ഈ വോൾട്ട് മീറ്ററിൻ്റെ റീഡിങ് എത്ര? ഓപ്ഷൻസ് 30 50 15 0.5 അങ്ങനെയൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഒന്നുകിൽ ഇവിടെ ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ കാരണം ഇത് വോൾട്ട് മീറ്റർ കറണ്ട് ഡ്രോ ചെയ്യില്ല. അപ്പോൾ ഈ 2 പോയിന്റ് അക്രോസ് ഉള്ള വോൾട്ടേജ് എത്രയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് കറണ്ട് ഇതിലൂടെ മാത്രമേ ഒഴുകണുള്ളൂ എന്നുള്ളത് നമുക്ക് ഏറ്റവും നല്ലത് ഇവിടെ കിർച്ചോഫ്സ് കറണ്ട് റൂളോ വോൾട്ടേജ് റൂളോ ഈ ലൂപ്പിൽ കിർച്ചോഫ്സ് KVL അപ്ലൈ ചെയ്യാം. ABCD എന്ന് പറഞ്ഞ ലൂപ്പിൽ. അപ്പോൾ ABCD എന്ന് പോകുമ്പോൾ നെഗറ്റീവ് നിന്ന് പോസിറ്റീവ്ക്ക് പോകേണ്ട ആര്? സെല്ല്. സോ സെല്ലിന് നെഗറ്റീവ് നിന്ന് പോസിറ്റീവ് പോകുമ്പോൾ പോസിറ്റീവ്. അവിടെ തന്നെ ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ട് 0.1. അപ്പോൾ ഇവിടുത്തെ കറണ്ട് ഉടനീളം I ആണ്. സോ I × 0.1 പക്ഷെ അത് അതേ ഡയറക്ഷനിലായതുകൊണ്ട് സബ്ട്രാക്ഷൻ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഈ കേസിൽ ഇവിടെ ഈ നെഗറ്റീവിലേക്ക് കറണ്ട് പ്രവേശിക്കുകയാണ്. സോ ഈ കേസിൽ ഇങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ കേസിൽ -to പ്ലസ് അല്ലേ? -to പ്ലസ് മീൻസ് +5 volt അഗെയിൻ. പക്ഷേ ഇവിടുത്തെ റെസിസ്റ്റൻസിൻ്റെ അതേ ഡയറക്ഷനിലായതുകൊണ്ട് റെസിസ്റ്റൻസ് -I × 0.5 = 0. അപ്പോൾ നമുക്ക് 5 + 5 10 = ഞാൻ I × 0.6 എന്ന് എഴുതാണ് അപ്പുറത്തേക്ക് എല്ലാം കൂടെ കൊണ്ടുപോകും. അപ്പോൾ I = 10/0.6 ആണ്. അപ്പോൾ ഇവിടുത്തെ കറണ്ട് എത്രയാണ്? 10/0.6 ആണ്. ഇനി ആ കറണ്ട് വെച്ചിട്ട് ഇവിടുത്തെ വോൾട്ടേജ് നമുക്ക് മെഷർ ചെയ്യാം. വോൾട്ടേജ് മെഷർ ചെയ്യുമ്പോൾ ഇവിടുത്തെ കേസിൽ നോക്കുക, -to പ്ലസ് അല്ലേ? -to പ്ലസ് പറയുമ്പോൾ 5 മൈനസ് I × 0.1 അതാണ് ഇതിൻ്റെ ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ I × 0.1 എന്ന് പറയുമ്പോൾ 5 മൈനസ് 10/0.6 × 0.1 ദാറ്റ് ഈസ് 1/6 അല്ലേ? 1/0.6 ഓർ ഇതിന് ഞാൻ × 1/6 എന്ന് എഴുതാലോ, 0.1/0.6. സോ 5 - 10/6 ആണ് ആൻസർ. 10/6 ആണ് എത്രയാണ്?
1, 40 6, ഇപ്പോൾ 1.66 എന്നല്ല വരാം, 5 - 1.66. അങ്ങനെ ആൻസർ ഇതിൽ വർക്കൗട്ട് ചെയ്തിട്ട് കണ്ടില്ല. മേ ബി എനിക്ക് എവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയതായിരിക്കും, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. 5 - 1.66 എന്നാണ് ഇതിൻ്റെ ആൻസർ വരിക. അപ്പോൾ ഒരു 3.34 വോൾട്ട് എന്നാണ് ശരിക്കും വരിക. ഇപ്പോൾ ഇതിൽ എല്ലാ സെല്ലും നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എല്ലാ സെല്ലും ഐഡിയൽ ആയിട്ട് എടുക്കുകയാണ്. ഇവിടെ 0.1 എന്നുള്ള ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഇല്ലെങ്കിൽ ഇവിടെ ഡിഫൈൻഡ് അല്ല, 5 വോൾട്ട് ഡിഫൈൻഡ് അല്ല ഇങ്ങനെ വരുമ്പോൾ. പിന്നെ മാത്രമല്ല 3 ഇവിടെ ഒരേ രീതിയിൽ പൊളാരിറ്റിയിലാണ് വരുന്നത്. ഇനി ഇതല്ലാതെ നമുക്ക് E1/R1 E2/R2 വെച്ചിട്ട് നെറ്റ് EMF മെഷർ ചെയ്യാൻ പറ്റും. നെറ്റ് EMF ഇതിൻ്റെ എത്രയാണെന്ന് മെഷർ ചെയ്യാൻ പറ്റും. ആ നെറ്റ് EMF എങ്ങനെ മെഷർ ചെയ്യാം? E/R = E1/R1 + E2/R2 വെച്ചിട്ട് മെഷർ ചെയ്യാൻ പറ്റും. അങ്ങനെ മെഷർ ചെയ്താൽ നമുക്ക് ഇവിടുത്തെ നെറ്റ് EMF ആണ് കിട്ടുക. നെറ്റ് EMF കിട്ടിയതുകൊണ്ട് കാര്യമൊന്നുമില്ല, മനസ്സിലായി? നെറ്റ് EMF ആണ് കിട്ടുക. അതുകൊണ്ട് അതല്ല ഇവിടെ മെഷർ ചെയ്യുക. വോൾട്ട് മീറ്റർ മെഷർ ചെയ്യുമ്പോൾ ഈ രണ്ടിൻ്റെ ഇടയിലാണ് എന്നുള്ളതുകൊണ്ട്, പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ കറണ്ട് ഒഴുകും എന്നുള്ളതുകൊണ്ടും ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെയാണ് മെഷർ ചെയ്യുക. അപ്പോൾ ചെയ്യുമ്പോൾ 3 point ആണ് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 45. Which of the following characteristics is not associated with a paramagnetic material? പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആയിട്ട് അസോസിയേറ്റ് ചെയ്യപ്പെടാത്ത ക്വാളിറ്റി ഇതിലേതാണ്? ഇറ്റ് ഈസ് വീക്ക്ലി മാഗ്നറ്റൈസ്ഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റൈസിങ് ഫീൽഡ് ഇൻ വിച്ച് ഇറ്റ് ഈസ് പ്ലേസ്ഡ്. അതായത് മാഗ്നറ്റൈസിങ് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ മാഗ്നറ്റൈസ് ആവപ്പെടും വീക്ക്ലി. ഇനി ഇറ്റ്സ് മാഗ്നറ്റിക് പെർമിയബിലിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ 1, ഇറ്റ്സ് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഈസ് പോസിറ്റീവ്, ഇറ്റ്സ് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ, ഇറ്റ്സ് ഇൻഡിവിജ്വൽ ആറ്റം ഓർ മോളിക്യൂൾ ഓർ അയോൺ ഹാസ് എ നെറ്റ് നോൺ സീറോ മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് ഇറ്റ്സ് ഓൺ. നമുക്ക് പാരാമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ പ്രത്യേകത അത് മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ വീക്ക്ലി മാഗ്നറ്റൈസ് ആവും. അതാണ് ഓപ്ഷൻ 1, അത് ശരിയാണ്. ഇനി അതിൻ്റെ പെർമിയബിലിറ്റി ഭയങ്കര വലുതല്ല, പക്ഷേ 1-നേക്കാളും വലുതാണ്. 1-നേക്കാളും ചെറുതാകുമ്പോൾ ഡയാമാഗ്നറ്റ് ആവും. അതുകൊണ്ട് തന്നെ അത് പാരാമാഗ്നറ്റിക്കിൻ്റെ മാഗ്നറ്റിക് പെർമിയബിലിറ്റി ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ ബി ആണ്, റിലേറ്റീവ് പെർമിയബിലിറ്റി ആണ് ഉദ്ദേശിച്ചത്. സി, മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഈസ് പോസിറ്റീവ്. മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി പോസിറ്റീവ് എന്ന് പറയുമ്പോൾ സസെപ്റ്റിബിലിറ്റീൻ്റെ വാല്യൂ നോക്കുമ്പോൾ ഇതിൻ്റെ നെഗറ്റീവാണ് ഡയാമാഗ്നറ്റിക്കിന് വരിക, പോസിറ്റീവാണ് പാരാമാഗ്നറ്റിക്കിന് വരിക. അപ്പോൾ അതും ശരിയാണ്. ഇറ്റ്സ് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ, തെറ്റാണ്. ക്യൂരീസ് ലോ ആണ് ഒബേ ചെയ്യുക. ക്യൂരീസ് ലോ എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. അതായത് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഓഫ് എ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യൂരീസ് ലോ ഇവിടെ ഒബേ ചെയ്യണില്ല ഇവിടെ പറയുമ്പോൾ, അതായത് ഡി ഓപ്ഷനിൽ. ദാറ്റ് മീൻസ് ഡി ആണ് ഇവിടെ നോട്ട് അസോസിയേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ്. ഇനി ഈ വേണമെങ്കിൽ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഓരോ ആറ്റത്തിനും മോളിക്യൂളിനും അല്ലെങ്കിൽ അവിടുത്തെ പാർട്ടിക്കിളിന് അതിൻ്റേതായിട്ടുള്ള ഒരു മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ട്, അത് പാരാമാഗ്നറ്റിക്കിന് ഉണ്ട്. 46 നോക്കാം. എ കോയിൽ ഓഫ് 50 turns ക്യാരിയിങ് കറണ്ട് ഓഫ് 2 ampere. നമ്മൾ ഒരു നോർത്ത് സൗത്ത് പോൾസ് വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഇടയിൽ ഒരു കോയിൽ വെച്ചിട്ടുണ്ട്. ആ കോയിലിൻ്റെ 8 cm, അതിൻ്റെ ഒരു സൈഡ് 10 cm, കോയിലിൻ്റെ ഉള്ള കൂടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടോർക്ക് എത്രയായിരിക്കും? ടോ ഈക്വൽ ടു ടോർക്കിൻ്റെ ഫോർമുല നമ്മൾ ഇപ്പോൾ സാധാരണ നമ്മൾ പറയുക MB എന്നാണ് അല്ലേ? ടോർക്ക് ഈക്വൽ ടു MB sin θ. ഇവിടുത്തെ കേസിൽ ദ ടോർക്ക് ആക്ടിങ് ഓൺ ദ കോയിൽ എത്രയാണെന്നാണ് ചോദിക്കുമ്പോൾ, ഇവിടുത്തെ കേസിൽ ഇയാൾ ഇപ്പോൾ ഏരിയ ഇങ്ങനെ പെർപെൻഡിക്കുലറാണ്, ഇയാൾ മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടുമാണ്. അപ്പോൾ പെർപെൻഡിക്കുലർ ആകുമ്പോഴാണ് ഇത് മാക്സിമം സംഭവിക്കുക. ദാറ്റ് മീൻസ് ഇതിൻ്റെ തീറ്റ 90 degree ആണ്. സോ ഇവിടെ എം എന്ന് പറഞ്ഞാൽ എന്താണ്? IA NIAB സൈൻ അല്ലേ? എം എന്ന് പറഞ്ഞാൽ NIA ആണ്, ബി സൈൻ തീറ്റ sin 90 ആണ് ഇവിടെ. ദാറ്റ് ഈസ് NIAB എത്രയെന്നാണ് ചോദിച്ചത്. നമ്പർ ഓഫ് കോയിൽസ് എത്രയാണ് ഇവിടെ? നമ്പർ ഓഫ് കോയിൽസ് 50 ആണ്, 50 turns ആണ്. ഇൻറ്റു കറണ്ട് എത്രയാണ്? 2 ampere ഇൻറ്റു ഏരിയ 8 × 10 എന്ന് പറഞ്ഞാൽ 80 cm². അതുകൊണ്ട് മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റാൻ 10⁻⁴ ഇൻറ്റു ബി മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണ്? 0.5 ടെസ്ല, ദറ്റ് ഈസ് ഹാഫ്. ഞാൻ ഹാഫും 2ഉം ക്യാൻസൽ ചെയ്തു. 50 × 80, 8 5s are 40. സോ 2 0 കൂടെ എക്സ്ട്രാ ഇൻറ്റു 10⁻⁴ അല്ലേ? 5 × 8 4 അല്ലേ? ഈ 4.4 എന്നല്ലേ വരിക? 0.4 Newton meter എന്നാണ് വരിക. ഈ 0.4 Newton meterഉള്ള ആൾ ക്ലോക്ക് വൈസ് ആണ് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് നോക്കണം. കാരണം എ ഓപ്ഷനും സി ഓപ്ഷനും 0.4 ആണ്. ഇനി അത് ക്ലോക്ക് വൈസ് ആണ് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് നോക്കാം. ഒരു സൈഡ് എടുക്കാം, ഇതാ ഒരു സൈഡ്. അവിടെ നിന്ന് I ക്രോസ് എ പോലെ, I ക്രോസ് എ അല്ല ശരിക്കും ചെയ്യേണ്ട, കറണ്ട്
നോക്കണ്ട. അപ്പം നമ്മൾ ഈ ഒരു കറണ്ടിന് കിട്ടുന്ന ഈ ഐ എന്നുള്ള കറണ്ടിന് കിട്ടുന്ന ഫോഴ്സ് എത്രയാണ് നോക്കുക, ഏത് ഡയറക്ഷനിലാണ് നോക്കുക. അപ്പോൾ ഐ എന്നുള്ളത് ആ ഡയറക്ഷനിൽ ഐ ക്രോസ് ബി അല്ലേ, ഐ എൽ ക്രോസ് ബി എന്നല്ലേ, ഐ എൽ ക്രോസ് ബി എന്നാണ് ചെയ്യുന്നത്. ബി എന്നുള്ളത് നോർത്ത് ടു സൗത്ത് ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ അല്ലേ, ഐ എൽ ക്രോസ് ബീൻ്റെ ഡയറക്ഷൻ നോക്കുക. അപ്പോൾ ഐ എൽ ക്രോസ് ബീൻ്റെ ഡയറക്ഷൻ നോക്കുമ്പോൾ ഇത് താഴേക്ക് പോകും, ഈ കോയിൽ താഴേക്ക് പോകും, ഇത് മേലേക്ക് വരും. അപ്പോൾ ഇങ്ങനെ റൊട്ടേഷൻ ഉണ്ടാവും. ഇത് താഴേക്ക് പോവും, ഈ ഭാഗം താഴേക്ക് പോവും, ഈ മറ്റേ ഭാഗം മേലേക്ക് വരും. ഓക്കെ, അപ്പോൾ ക്ലോക്ക് വൈസ് അല്ലേ. അപ്പോൾ ഇത് ക്ലോക്ക് വൈസ് ആണ്. ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 47. A long solenoid with 500 turns per unit length carries a current of 1.5 ampere. The magnetic induction at one of the ends of the solenoid on its axis is nearly. നമുക്ക് ലോങ് സോളിനോയിഡിൻ്റെ എൻഡിലെത്തുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് അതിൻ്റെ ഹാഫ് ആവും, സെൻറ്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഹാഫ് ആവും. സോ ബി ഈക്വൽ ടു ഹാഫ് μ0 ni ആണ് ആവും. ദാറ്റ്സ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു μ0 എന്ന് പറഞ്ഞാൽ 4π × 10⁻⁷ ഇൻറ്റു ni നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് 500 ആണ്, ഇൻറ്റു കറൻറ്റ് 1.5 ആണ് അല്ലേ. സോ ദാറ്റ്സ് ഈക്വൽ ടു ഈ 2 ക്യാൻസൽ ചെയ്താൽ 2π × 500 × 1.5 × 10⁻⁷ അങ്ങനെയല്ലേ വരിക. അപ്പോൾ ഈ 1.5ഉം 2ഉം കൂടെ ഞാൻ 3π ആക്കി ഇൻറ്റു 500 × 10⁻⁷. 3 × 5 15π × 10⁻⁵. നമുക്ക് 15 × 3 എന്ന് പറഞ്ഞാൽ 45 ആണ്. ഇവിടെ അതിൻ്റെ ക്ലോസ് ആയിട്ടുള്ള ആൻസർ വരുന്നത് 47 ആണ്. സോ 47 × 10⁻⁵ ടെസ്ല, ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 48. ചൂസ് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കാം. റോങ് ആയിട്ടുള്ള ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടത്. ദ മാഗ്നറ്റിക് ഡിക്ലിനേഷൻ ഈസ് ഗ്രേറ്റർ അറ്റ് ഹയർ ആൾട്ടിറ്റ്യൂഡ്സ് ആൻഡ് സ്മോളർ നിയർ ദ ഇക്വേറ്റർ. അതായത് ലാറ്റിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ കൂടും, ഇക്വേറ്ററിൻ്റെ അടുത്തത് കുറവാണ്. ഇനി ഇൻ മോസ്റ്റ് ഓഫ് ദ നോർത്തേൺ ഹെമിസ്ഫിയർ ദ സൗത്ത് പോൾ ഓഫ് ദ ഡിപ്പ് നീഡിൽ ടിൽസ് ഡൗൺവേർഡ്സ്. നോർത്ത് ഹെമിസ്ഫിയറിൻ്റെ മിക്ക ഭാഗത്തും സൗത്ത് പോൾ പിന്നെ ഡിപ്പ് നീഡിലിൻ്റെ സൗത്ത് പോള് താഴത്തേക്ക് ടിൽറ്റ് ചെയ്യും. സർക്കുലേറ്റിംഗ് ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം ഹാസ് എ മാഗ്നറ്റിക് മൊമെൻറ്റ്. ഓക്കെ, ഇനി മാഗ്നറ്റിക് ഡിക്ലിനേഷൻ അറ്റ് ഡൽഹി ഈസ് 0°41' east and at Mumbai is 0°58' west. At the poles the magnetic field lines are converging and or diverging vertically so that the horizontal component is negligible. പോൾസിൻ്റെ അടുത്ത് മാഗ്നറ്റിക് ഫീൽഡ്സ് പിന്നെ കൺവേർജിങ് ഓർ ഡൈവേർജിങ് ആണ്, അതുകൊണ്ട് തന്നെ അവിടെ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് നെഗ്ലിജിബിൾ ആണ്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ, എന്താണ് മാഗ്നറ്റിക് ഇൻക്ലിനേഷൻ. അപ്പോൾ ഇൻക്ലിനേഷനും ഡിക്ലിനേഷനും. അപ്പോൾ ഈ ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ ഡിപ്പാണ്. അതായത് ഇൻക്ലിനേഷൻ മീൻസ് നമ്മളൊരു മാഗ്നറ്റിനെ വെറുതെ ലൂസ്ലി കണക്ട് ചെയ്താൽ, ഫ്രീ ആയിട്ട് കണക്ട് ചെയ്താൽ അത് താഴേക്ക് എത്ര ഹൊറിസോണ്ടലിന് എത്ര ഡിഗ്രി താഴേക്ക് നിൽക്കും എന്നുള്ളതാണ് മാഗ്നറ്റിക് ഡിപ്പ് അല്ലെങ്കിൽ ഇൻക്ലിനേഷൻ. ഇനി ഡിക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എർത്ത് എടുത്ത് കഴിയുമ്പോൾ ആ എർത്തിൻ്റെ അകത്തുള്ള മാഗ്നറ്റ് ശരിക്കുള്ള ജോഗ്രഫിക് നോർത്ത് സൗത്ത് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് നമ്മൾ മാഗ്നറ്റിക് ഡിക്ലിനേഷൻ എന്ന് പറയും. അപ്പോൾ ഡിക്ലിനേഷൻ മേലേക്ക് പോകുന്നതിനനുസരിച്ച് കൂടിക്കൂടി വരും. ഇക്വേറ്ററിൽ സ്മോളാണ്, അത് കറക്റ്റാണ്. ഇനി മോസ്റ്റ് ഓഫ് ദി നോർത്തേൺ ഹെമിസ്ഫിയറിൽ അധികവും ഇത് പിന്നെ സൗത്ത് പോൾ താഴത്തേക്കാണ് ടിൽറ്റ് ചെയ്യുക. കാരണം ഇവിടെ നോർത്ത് പോളുള്ള പോലെയാണ്, അപ്പോൾ സൗത്ത് പോൾ താഴത്തേക്കാണ് ടിൽറ്റ് ചെയ്യുക. നോർത്ത് ഹെമിസ്ഫിയറിൽ അധികവും ദ സൗത്ത് പോൾ ഓഫ് ദ ഡിപ്പ് നീഡിൽ ടിൽസ് ഡൗൺവേർഡ്സ്. ഈ ഡിപ്പ് നീഡിലിൻ്റെ ഡിപ്പ് നീഡിൽ എന്ന് പറഞ്ഞാൽ ബാർ മാഗ്നറ്റാണ്. ഓക്കെ, അങ്ങനെ ആയിരിക്കും. ഡിപ്പ് നീഡിലിൻ്റെ ബാർ മാഗ്നറ്റിൽ മേലെ നോർത്തും താഴെ സൗത്തും വിചാരിക്കും. അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ സൗത്ത് പോളാണ് താഴത്തേക്ക് ടിൽറ്റ് ചെയ്യുക എന്നുള്ളത് ആണ് പറയുന്നത്. പക്ഷേ ശരിക്ക് ഇൻ മോസ്റ്റ് ഓഫ് ദ നോർത്തേൺ ഹെമിസ്ഫിയർ നോർത്ത് പോൾ ഓഫ് ദ ഡിപ്പ് നീഡിലാണ് താഴത്തേക്ക് ടിൽറ്റ് ചെയ്യുക. കാരണം ഇവിടുത്തെ ആൾ ശരിക്ക് സൗത്ത് പോളാണ്. മാഗ്നറ്റിൻ്റെ
കേസ് നോക്കണം. എർത്തിൻ്റെ അകത്തുള്ള സൗത്ത് പോളാണ്. അപ്പം നോർത്തേൺ ഹെമിസ്ഫിയറിൽ വരുമ്പോഴത്തേക്ക് ആ സൗത്ത് പോൾ മറ്റേ സൗത്ത് പോളിനെ റിപ്പൽ ചെയ്തിട്ട് നോർത്ത് പോളിനെ അട്രാക്ട് ചെയ്യാണ് ചെയ്യുക. സോ മോസ്റ്റ് ഓഫ് ദി നോർത്തേൺ ഹെമിസ്ഫിയർ ദ സൗത്ത് പോളാണ് ടിൽറ്റ് ചെയ്യുക ഡൗൺവേർഡ്സ്. അപ്പോൾ ബി ആണ് ഇവിടുത്തെ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ അല്ലേ? ഇനി 49th ഓപ്ഷൻ നോക്കാം. The magnetic field at the center of a circular coil of 50 turns and radius 10 cm carrying a current of 1 ampere is. നോക്കാം, മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് സെൻറ്റർ ഓഫ് സർക്കുലർ കോയിൽ ഉണ്ട്, അതിന് 50 ടേൺസ് ഉണ്ട്, നമ്പർ ഓഫ് ടേൺസ് 50 ആണ്, റേഡിയസ് 10 cm ആണ്, ക്യാരിയിങ് എ കറൻറ്റ് ഓഫ് 1 ampere. ഓക്കെ, ഇപ്പോൾ സർക്കുലർ കോയിലാകുമ്പം ഇതിൻ്റെ സെൻറ്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ μ0I/2r ആണ്. പക്ഷേ ഇവിടുത്തെ കേസിൽ n കോയിൽസിലുണ്ട് n μ0 ആണ്. നോക്കാം, n 50 ഇൻറ്റു μ0 മീൻസ് 4π × 10⁻⁻7 ഇൻറ്റു കറൻറ്റ് 1 ampere by 2 ഇൻറ്റു റേഡിയസ് 10 cm മീൻസ് 10 × 10⁻⁻7. 10ഉം ഒരു 0 ക്യാൻസൽ ചെയ്തു, 5/2 2 ക്യാൻസൽ ചെയ്ത് 2π. സോ 10π ഇൻറ്റു 10⁻⁻7 പ്ലസ് 1 മീൻസ് 10⁻⁻6. അപ്പോൾ ഈ 10 കൂടെ അങ്ങോട്ട് പോയാൽ π ഇൻറ്റു 10⁻⁻5. ഓ, സെൻറ്റിമീറ്റർ ആണ്, 10⁻⁻2. സോ ഇവിടെ 10⁻⁻5 അല്ലേ ഇങ്ങോട്ട് വരുമ്പോൾ, സോ 10⁻⁻4 ആണ്. ഒരു 10 ഇവിടെയാണ് മിസ്സായത്. അപ്പോൾ ആൻസർ എ ആണ് വരിക, ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 50. ചൂസ് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ദ പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട്. പ്യുവർ ആയിട്ടുള്ള ഇൻഡക്റ്റീവ് സർക്യൂട്ടിന് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇതിൽ ഏതാണ്? ദ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ലിമിറ്റ്സ് ദ കറണ്ട് ഇൻ എ പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട്. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ കറണ്ടിനെ ലിമിറ്റ് ചെയ്യും. റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചത് കേട്ടോ. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ലിമിറ്റ്സ് ദ കറണ്ട് ഇൻ എ പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട്. ദ ആവറേജ് പവർ സപ്ലൈഡ് ടു എൻ ഇൻഡക്ടർ ഓവർ 1 complete cycle is 0. The inductive reactance is directly proportional to the frequency of the current, the EMF of the source and the current oscillate symmetrically about 0 value. EMF of the source and current oscillate symmetrically about a 0 value. The current leads the voltage by pi/2. നോക്കാം, നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത് പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ വോൾട്ടേജ് ആണ് ലീഡ് ചെയ്യുക. വോൾട്ടേജ് ലീഡ്സ് കറൻറ്റ് ബൈ pi/2 എന്നാണ്. കറൻറ്റ് ലീഡ്സ് വോൾട്ടേജ് ബൈ pi/2 എന്നല്ല. ബാക്കി തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഏറെക്കുറെ ഒക്കെ ശരിയാണ്. കാരണം സിമെട്രിക്കലി ഓസിലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ വേവ് ആണ്. അപ്പോൾ നമ്മൾ ആക്സിസ് എടുത്ത് കഴിഞ്ഞാൽ മേലെയും താഴെ ഒരേപോലെയാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് ദ കറൻറ്റ് ലീഡ്സ് ദ വോൾട്ടേജ് ബൈ pi/2 എന്നുള്ളത് തെറ്റാണ്. കാരണം വോൾട്ടേജ് ആണ് ഇൻഡക്ടർ സർക്യൂട്ടിൽ ലീഡ് ചെയ്യുക. സോ ഓപ്ഷൻ ഇ ആണ് ഇവിടെ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. 51 അത് മാത്രം അറിഞ്ഞാൽ മതി, ബാക്കിയുള്ള ഒന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ആൻസർ. 51. A train is running at a speed of 72 km/h on rails separated by a distance of 150 cm. അപ്പോൾ ട്രെയിനിൻ്റെ സ്പീഡ് എത്രയാണ്? 72 km/h മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ 72 × 5/18 4 × 5 20 m/s. ഇനി സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് L ഈക്വൽ ടു 150 cm ഓർ ഈക്വൽ ടു 1.5 മീറ്റർ അല്ലേ? ഇനി ഇഫ് ദ വെർട്ടിക്കൽ കോമ്പണൻറ്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദറ്റ് പ്ലേസ്, ഞാൻ വെർട്ടിക്കൽ കോമ്പണൻറ്റിന് BV നിൽക്കുകയാണ്. 4 × 10⁻⁵ ടെസ്ലയാണ് അവിടെ വെർട്ടിക്കൽ കോമ്പണൻറ്റ്. അങ്ങനെയാണെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF എത്രയാണ്? ഇൻഡ്യൂസ്ഡ് EMF വെർട്ടിക്കൽ കോമ്പണൻറ്റ് ഇൻറ്റു L ഇൻറ്റു V, BLV sin θ എന്നാണ്. ദാറ്റ് ഈസ് വെർട്ടിക്കൽ കോമ്പണൻറ്റ് 4 × 10⁻⁵ ഇൻറ്റു ലെങ്ത് 1.5 ഇൻറ്റു V 20. 4 × 1.5 എന്ന് പറഞ്ഞാൽ 6 × 20 മീൻസ് 120 ഇൻറ്റു 10⁻⁵. That is 1.2 അല്ലേ? 1.2 millivolt. ആൻസർ എ. ക്വസ്റ്റ്യൻ നമ്പർ 52. A transformer operates at Vp equal to 6 kV on the primary side and supplies electric energy Vs equal to 220 volt to a number of houses in a town. അതായത് പ്രൈമറി വോൾട്ടേജ് Vp equal to എത്രയാണ്? 6 kV ആണ്. Similarly, and supplies electrical energy at Vs, secondary voltage Vs equal to 220 volt. If the total power consumption of the town is 7.2 kilowatt, ഹൗസസിൻ്റെ പിന്നെ ടോട്ടൽ പവർ കൺസംഷൻ 7.2 കിലോവാട്ട് ആണ്. പവർ സെക്കൻഡറി അർത്ഥം ഇറ്റ് ഈസ് 7.2 കിലോവാട്ട് ആണ്. എങ്കിൽ കറണ്ട് ഇൻ പ്രൈമറി എത്രയാണ്? നമുക്ക്
ഇവിടെ ഐഡിയൽ കേസാണ് കൺസിഡർ ചെയ്യണം. ഇവിടെ ലോസ് ഒന്നും പറയണില്ല എന്നുണ്ടെങ്കിൽ പ്രൈമറിയിലെ പവറും സെക്കൻഡറിയിലെ പവറും സെയിം ആവണം. സോ പ്രൈമറിയിലെ പവറും സെക്കൻഡറിയിലെ പവറും 7.2 kW ആണ്. മീൻസ് 7.2 × 10⁻³ ആണ്. പ്രൈമറി വോൾട്ടേജ് 6 × 10⁻³ ആണ്. ഇൻറ്റു IP = 7.2 × 10⁻³. 10⁻³ ക്യാൻസൽ ചെയ്താൽ IP = 7.2/6. 6 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 6 × 12 are. സോ 1.2 ampere. Option B. Okay. This is question number 53. The relation between the charge flow delta Q through the circuit of resistance R and the change in the magnetic flux delta phi B is. അതായത് നമുക്ക് ഒരു കാര്യം അറിയണത് ചാർജ് ഇൻഡ്യൂസ്ഡ് ചാർജ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഫ്ലക്സ് ബൈ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇവിടുത്തെ കേസിൽ അല്ലേ ചേഞ്ച് ഇൻ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ EMF ഈക്വൽ ടു -dφ/dt ആണ്. ഇതിനെ നമുക്ക് IR എന്ന് എടുക്കാം, ഈക്വൽ ടു -dφ/dt ആണ്. സോ I എന്ന് പറഞ്ഞാൽ dq/dt അല്ലേ. ഇപ്പോൾ dq ഈക്വൽ ടു -dφ/r ആണ്. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കറക്റ്റ് റിലേഷൻ ഏതാണെന്നാണ്. ഇപ്പോൾ ഡെൽറ്റ Q ഈക്വൽ ടു ഡെൽറ്റ φ/r. ഫസ്റ്റ് ഓപ്ഷൻ അല്ലേ ശരി. എ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 54. If an electromagnetic wave of frequency 5 MHz travels from vacuum into a dielectric medium of electric permittivity εr equal to 4, then its μr equal to. അതായത് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഉണ്ട്, അതിൻ്റെ ഫ്രീക്വൻസി 5 MHz ആണ്. Travels from vacuum into a dielectric medium of electric permittivity εr equal to 4. ഫ്രീക്വൻസി 5 MHz ആണ്, εr equal to 4 ആണ്. അങ്ങനെയാണെങ്കിൽ അതായത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഓഫ് ഫ്രീക്വൻസി 5 MHz travels from vacuum into a dielectric medium of electric permittivity εr equal to 4. Then its wavelength is halved and frequency remains unchanged. അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒരു കാര്യം നോക്കേണ്ടത് ഈ εr റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു √εr μr. ഇവിടുത്തെ കേസിൽ μr ഇല്ലാത്തതുകൊണ്ട് √εr മാത്രം. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡബിൾ ആവുന്നുണ്ട്. ഡബിൾസ് നമുക്ക് ഒരു മീഡിയത്തിൽ നിന്ന് വേറെ മീഡിയത്തിലേക്ക് ലൈറ്റ് പോകുമ്പോൾ ഫ്രീക്വൻസി മാറില്ല, കളറും മാറില്ല. സോ ഇവിടെ ഫ്രീക്വൻസി റിമെയിൻസ് അൺചേഞ്ച്ഡ് ആണ്. ഇനി വേവ് ലെങ്ത്തിനെ മാറ്റം ഉണ്ടാവുള്ളൂ. അപ്പോൾ വേവ് ലെങ്ത് എങ്ങനെ മാറുക? വെലോസിറ്റി എന്നുള്ളത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ c/v ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇവിടെ 2 times ആയി എന്നാണ്, ഡബിൾ അല്ലേ. c/v 2 ആണ്. സോ v ഈക്വൽ ടു c/2. വെലോസിറ്റി ഹാഫ് ആവും. വെലോസിറ്റി ഹാഫ് ആയാലേ v is equal to f ലാംഡ അല്ലേ മക്കളെ. f കോൺസ്റ്റന്റ് ആണ്. സോ വെലോസിറ്റി ഹാഫ് ആയി മീൻസ് ലാംഡ ഹാഫ് ആയാലേ പറ്റൂ. f λ/2 അല്ലേ. അപ്പോൾ ലാംഡ ഹാഫ് ആയാലേ പറ്റുള്ളൂ. അപ്പോൾ വേവ് ലെങ്ത് ഹാഫ് ആവും, ഫ്രീക്വൻസി റിമെയിൻസ് അൺചേഞ്ച്ഡ് ആണ്. ആൻസർ ഓപ്ഷൻ എ. ഇത് നമ്മൾ യൂസ് ചെയ്ത ടെക്നിക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈക്വൽ ടു √εr μr എന്ന ഇക്വേഷനാണ്. μr 1 ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ. നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 55. Among the following which is not true for ultraviolet light. ഇത് NCERT ആ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ഡയറക്റ്റ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് കേരള എൻട്രൻസിന് സ്ഥിരമായിട്ട് ഇങ്ങനത്തെ 2-3 ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിലെ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ട്രീറ്റ്മെൻറ്റ് ഓഫ് ക്യാൻസർ, വേരിയസ് ഫോംസ് ഓഫ് ക്യാൻസർ എന്നുള്ളത് പിന്നെ അൾട്രാവയലറ്റിൻ്റെ കേസിൽ ട്രൂ അല്ല. അപ്പോൾ ക്യാൻസർ ട്രീറ്റ് ചെയ്യാൻ അൾട്രാവയലറ്റ് പോസിബിൾ അല്ലാത്തതുകൊണ്ട് ഈ ഓപ്ഷനാണ് ഇതിൽ റോങ്. ഓക്കെ. ഇനി 56th ക്വസ്റ്റ്യൻ ആണ്. ചൂസ് ദ റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. എ റേ എൻ്ററിങ് എ മെറ്റീരിയൽ ഓഫ് ലാർജർ ഇൻഡെക്സ് ഓഫ് റിഫ്രാക്ഷൻ ബെൻസ് ടുവാർഡ്സ് എ നോർമൽ. അതായത് നമുക്കറിയാം ഡെൻസർ മീഡിയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഒരു റേ ഡെൻസർ മീഡിയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് ബെൻസ് ടുവാർഡ്സ് എ നോർമൽ. ഡെൻസർ മീഡിയം മീൻസ് ലാർജർ ഇൻഡെക്സ് ഓഫ് റിഫ്രാക്ഷൻ. അപ്പോൾ എ ശരിയാണ്. ഇനി ബി എന്താണ്? റേ എൻ്ററിങ് എ മെറ്റീരിയൽ ഓഫ് സ്മോളർ ഇൻഡെക്സ് ഓഫ് റിഫ്രാക്ഷൻ ബെൻസ് എവേ ഫ്രം ദ നോർമൽ. തിരിച്ചാണ് നമ്മൾ റേൻ്റെ ആരോ വരക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നോർമലിന് എവേ ആയിട്ടാണ് ബെൻഡ് ചെയ്യുക. അപ്പോൾ അതും ശരിയാണ്. റേ ഓറിയൻറ്റഡ് അലോങ് ദ നോർമൽ ഡസ് നോട്ട് ബെൻഡ് റിഗാർഡ്ലെസ് ഓഫ് ദ മെറ്റീരിയൽസ്. നോർമലായിട്ട് വരുന്ന ആൾ റിഫ്രാക്ഷൻ നടക്കാതെ പോകും, സൈൻ 0 ആയതുകൊണ്ട് നേരെ തന്നെ പോകും. ഓക്കെ. ഇനി ലൈറ്റ് റേസ് ഫ്രം എനി സബ്മേർജ്ഡ് ഒബ്ജക്റ്റ് ബെൻഡ് അവേ ഫ്രം ദ നോർമൽ വെൻ ദേ എമേർജ് ഇൻ ടു എയർ. അതായത് ഒരു എയറിലേക്ക്, ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ നിന്ന് എയറിലേക്ക് പോകുമ്പോൾ എവേ ഫ്രം ദ നോർമലാണ് ബെൻഡ് ചെയ്യുക. റീസൺ എന്താണ്? എയർ റെയർ മീഡിയ ആയിരിക്കും എപ്പോഴും ആ മീഡിയത്തിൽ നോക്കുമ്പോൾ.
When a wave passes from one material to a second material with larger index of refraction, the wave speed increases. Larger refractive index ആണെങ്കിൽ wave speed കുറയാണ് ചെയ്യുക. ലാർജർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മീഡിയത്തിലേക്ക് പോകുമ്പോൾ വേവിൻ്റെ സ്പീഡ് കുറയാണ് ചെയ്യുക. സോ ഇത് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് പിക്ക് ചെയ്യാനായിരുന്ന ചോദ്യം ഇ ആണ് ആൻസർ. 57. Angular width of first minimum on either side of central maximum due to a single slit of width A illuminated by light of wavelength lambda. അപ്പോൾ നമ്മളോടത്ത് സിംഗിൾ സ്ലിറ്റ് ആണ് ചോദിച്ചത്. ഇത് ഡിഫ്രാക്ഷൻ പാറ്റേൺ ആണ്. ഡിഫ്രാക്ഷൻ പാറ്റേൺ ആകുമ്പോൾ ഒരു സെൻട്രൽ മാക്സിമം ഉണ്ടാവും അല്ലേ. അപ്പോൾ സെൻട്രൽ മാക്സിമത്തിൻ്റെ രണ്ട് സൈഡിലെയും എന്താ ചോദിച്ചത്, ദ ആംഗുലാർ വിഡ്ത്ത് ഓഫ് ഫസ്റ്റ് മിനിമം ഓൺ എയ്തർ സൈഡ് ഓഫ് ദ സെൻട്രൽ മാക്സിമം. അപ്പോൾ സെൻട്രലിൽ നിന്ന് രണ്ട് സൈഡിലേക്കുള്ള സെൻട്രൽ മാക്സിമത്തിന് ആംഗുലാർ വിഡ്ത്ത് എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ ഈ ആംഗുലാർ വിഡ്ത്ത് നമുക്ക് അറിയാൻ പറ്റിയ ലാംഡ ബൈ എ, ടോട്ടൽ 2 ലാംഡ ബൈ എ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ലാംഡ ബൈ എ ആണ്, ഏതർ സൈഡാണ് ചോദിച്ചത്. രണ്ടും കൂടെ ഒരുമിച്ച് രണ്ടിൻ്റെയും കൂടെ ആംഗുലാർ ടോട്ടൽ വിഡ്ത്ത് ആയിരുന്നെങ്കിൽ 2 ലാംഡ ബൈ എ. ഇവിടെ ലാംഡ ബൈ എ, ഓപ്ഷൻ എ. 58. The reflected ray is completely polarized for certain angle of incidence in a transparent medium. If the angle of refraction is 30 degree, the refractive index of the material is. അതായത് ഒരു ഇവിടുത്തെ കേസിൽ എന്താണ്, പോളറൈസേഷൻ ബൈ റിഫ്ലക്ഷൻ ആണ് ബ്രൂസ്റ്റേഴ്സ് ലോ. ബ്രൂസ്റ്റേഴ്സ് ലോൻ്റെ കേസിൽ നമുക്കറിയാം ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഇവിടുത്തെ കേസിൽ എന്താ തന്നിട്ടുള്ളത്, റിഫ്ലക്റ്റഡ് റേ ഈസ് കംപ്ലീറ്റ്ലി പോളറൈസ്ഡ് ഫോർ എ സർട്ടൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയും തന്നിട്ടില്ല. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 30 ഡിഗ്രിയാണ്. ഇത് 30 ഡിഗ്രിയാണ്. ഓക്കെ, ഇത് 30 ഡിഗ്രി ആണെങ്കിൽ ഇത് 90, 30 + 90 120, അപ്പോൾ ഇത് 60 അല്ലേ. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്ര തന്നെയാണ്, 60. ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസിന് പറയുന്ന പേരാണ് ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ. ടാൻ ഓഫ് ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇതല്ലേ ബ്രൂസ്റ്റേഴ്സ് ലോ. സോ n = tan of 60, tan 60 = √3. ഓപ്ഷൻ 1.732 അല്ലേ √3. അപ്പോൾ ഓപ്ഷൻ ബി. Okay. Next is question number 59. A certain prism produces a minimum deviation of 42 degree. It produces a deviation of 45 degree when the angle of incidence is either 43 or 62. The angle of incidence when the prism undergoes minimum deviation. അതായത് മിനിമം ഡീവിയേഷൻ ആംഗിൾ എത്രയാണ് തന്നിട്ടുണ്ട്, 42 ഡിഗ്രി. നമുക്ക് ഒരു പർട്ടിക്കുലർ കേസിൽ I1 43 ആകുമ്പം 43 ആകുമ്പോഴും 62 ആകുമ്പോഴും, സോ I1 43 I2 62 ആവുന്ന സമയത്തുള്ള ആംഗിൾ ഓഫ് ഡീവിയേഷൻ 45 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് ആംഗിൾ ഓഫ് ഡീവിയേഷൻ മിനിമം അല്ലെങ്കിൽ ഇക്വേഷൻ എന്താ, I1 + I2 മൈനസ് ആംഗിൾ ഓഫ് റിസം 45 ഡിഗ്രി ഈക്വൽ ടു I1 + I2 മീൻസ് 43 + 62 അല്ലെ. 43 + 62 മൈനസ് എ. 62 + 43 എന്നാൽ എത്രയാണ്, 105 മൈനസ് എ, ഓർ എ ഈക്വൽ ടു 105 മൈനസ് 45 ഈക്വൽ ടു 60 ഡിഗ്രി. അപ്പോൾ ആംഗിൾ ഓഫ് പ്രിസം 60 ഡിഗ്രിയാണ് കിട്ടി. ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ 42 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചത് ഏത് ആംഗിൾ ഓഫ് ഇൻസിഡൻസിലാണ് മിനിമം ഡീവിയേഷൻ നടക്കുക. അപ്പോൾ നമുക്ക് മിനിമം ഡീവിയേഷൻ നടക്കുന്ന സമയത്ത് ഡെൽറ്റ മീനിൻ്റെ സമയത്ത് I1 I2 ഈക്വൽ ആയിരിക്കും. 2i മൈനസ് എ ആയിരിക്കും. അപ്പോൾ 2i ഈക്വൽ ടു മിനിമം ഡീവിയേഷൻ 42 പ്ലസ് എ. മനസ്സിലാവുണ്ട് അങ്ങോട്ട് എടുക്കുമ്പോൾ ദാറ്റ് ഈസ് 42 + 60 ദാറ്റ്സ് ഈക്വൽ ടു 102. That means I equal to 102/2 equal to 51 degree. Option D. Okay. അടുത്ത question number 60. If two waves of intensities I and 4i superpose, the ratio between maximum and minimum intensities. ഇതും ഡയറക്റ്റ് വേവ് ഒപ്റ്റിക്സിലെ ഇൻറ്റൻസിറ്റി ക്വസ്റ്റ്യൻ ആണ്. Imax by Iminimum എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക, √I1 + √I2 the whole square. അങ്ങനെയാണ് മാക്സിമം ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കുക. ബൈ മിനിമം ഇൻറ്റൻസിറ്റി എങ്ങനെയാണ്, √I1 മൈനസ് √I2 ഹോൾ സ്ക്വയർ. ഇത് I1 ആണ് വലുത്, കൂട്ടത്തിൽ വലിയ ഇൻറ്റൻസിറ്റി ആയിട്ട് എടുക്കേണ്ടത്. സോ ഏതായാലും കുഴപ്പമില്ല, √I1 ഏതായിട്ടും കുഴപ്പമില്ല. ഞാൻ I4i തന്നെ എടുക്കുകയാണ്. അപ്പോൾ √I നമുക്ക് √I1 എന്ന് പറഞ്ഞാൽ √I പ്ലസ് 4ൻ്റെ √2, സോ 2√I ഹോൾ സ്ക്വയർ ബൈ I മൈനസ് 2√I the whole square. അങ്ങനെയല്ലേ വരും. അപ്പോൾ 3√I ഹോൾ സ്ക്വയർ മീൻസ് 3 അല്ലേ. 3√I ഹോൾ സ്ക്വയർ മീൻസ് 9, 3² 9 ഡിവൈഡഡ് ബൈ I മൈനസ് 2√I മീൻസ് മൈനസ് √I ഹോൾ സ്ക്വയർ I. ഇറ്റ് ഈസ് 9:1 ആണ് ആൻസർ വരും, എ. ഓക്കെ. ദിസ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 61.
among the following photosensitive substances the one which emits electrons when it is illuminated by visible light. നമുക്ക് വിസിബിൾ ലൈറ്റ് വെച്ചിട്ട് ഇലുമിനേറ്റ് ചെയ്താൽ ഇലക്ട്രോൺസ് വരുമെങ്കിൽ അതിനേക്കാളും ഫ്രീക്വൻസി കുറഞ്ഞ ആൾ വെച്ച് ഇലുമിനേറ്റ് ചെയ്താലും കൂടിയ ആൾ വെച്ച് ഇലുമിനേറ്റ് ചെയ്താലും ഇലക്ട്രോൺസ് വരും. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റും ഉണ്ട്. അപ്പോൾ ഏറ്റവും മിനിമം എനർജിയിൽ തന്നെ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ആൽക്കലി മെറ്റൽസ്. അപ്പോൾ ഇതിൽ ആൽക്കലി മെറ്റൽസ് ഉണ്ടെങ്കിൽ അവരായിരിക്കും വിസിബിൾ ലൈറ്റ് ഉപയോഗിച്ചിട്ട് തന്നെ ഇലക്ട്രോൺ എമിറ്റ് ചെയ്യാൻ പോസിബിൾ ആയിട്ടുള്ള ആൾ. അപ്പോൾ സി സോഡിയം. ഇനി 62 ആണ് അടുത്ത ക്വസ്റ്റ്യൻ. The de Broglie wavelength of a matter wave associated with an object dropped from height x when it reaches the ground is proportional to. അപ്പോൾ de Broglie wavelength lambda equal to h/mv എന്നാണ്. ഒരു മേലെന്ന് താഴത്തേക്ക് ഇട്ട ഒബ്ജക്റ്റിന് താഴത്തെത്തുമ്പോൾ വെലോസിറ്റി √2gx ആയിരിക്കും. എക്സ് എന്നുള്ള ഹൈറ്റിൽ നിന്നാണ് താഴത്തേക്ക് വരുന്നതെന്നുണ്ട്. അപ്പോൾ നോക്കാം വേവ് ലെങ്ത് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു √x അല്ലേ. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ബി. ക്വസ്റ്റ്യൻ നമ്പർ 63. The number of alpha particles emitted during the radioactive decay from 88 radium 226 to 82 lead 206. എത്ര ആൽഫ പാർട്ടിക്കിൾസ് ഉണ്ടെന്നാണ് പറയാൻ ചോദിച്ചത്. ആൽഫ പാർട്ടിക്കിൾ മീൻസ് 2He4. അപ്പോൾ ആ എൻ എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് 88 ഈക്വൽ ടു 82 അല്ല, ഇവിടെ 88 ഈക്വൽ ടു 82 പ്ലസ് n ഇൻറ്റു 2 ഓർ 6 ഈക്വൽ ടു 2n ഓർ n ഈക്വൽ ടു 3. 3 ആൽഫ പാർട്ടിക്കിൾസ് ആണ് എമിറ്റ് ചെയ്യേണ്ടത്. ഇനി ഇവിടെയും കൂടെ അത് ശരിയാണോ നോക്കാം. 226ഉം 206ഉം ആണ്. അപ്പോൾ ഇവിടെ നോക്കാം, നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് എമിറ്റഡ് ഡ്യൂറിംഗ് ദ റേഡിയോ ആക്റ്റീവ് ഡീകേ ചെയിൻ ഫ്രം 88 റേഡിയം 226 ടു 82 ലെഡ് 206. അപ്പോൾ ഇവിടുത്തെ കേസിൽ ആറ്റമിക് നമ്പർ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് 3 എന്നാണ് കിട്ടുക. മാസ് നമ്പർ വെച്ച് കൂടി നോക്കി നോക്കാം. 226 ഈക്വൽ ടു 206 പ്ലസ് n ഇൻറ്റു 4. അപ്പോൾ ഇതിങ്ങോട്ട് അതായത് 20 ഈക്വൽ ടു n ഇൻറ്റു 4 ഓർ n ഈക്വൽ ടു 20/4 ഈക്വൽ ടു 5 എന്നാണ് കിട്ടുക. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ 3 ഉണ്ട് 5 ഉണ്ട്. പിന്നെ എത്ര ആൽഫ പാർട്ടിക്കിൾസ് എമിറ്റ് ചെയ്താലാണ് റേഡിയോ ആക്റ്റീവ് ചെയിൻ ഉണ്ടാവുകയെന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ 6 എണ്ണം എന്തായാലും ആറ്റമിക് നമ്പർ കുറഞ്ഞിട്ടുള്ളൂ. ഇനി മാസ് നമ്പർ വേറെ രീതിയിലും പിന്നെ ആഡ് ആവാനുള്ള രീതിയിൽ എന്തെങ്കിലും പ്രോസസ്സ് നടന്നിട്ടാണ്, പക്ഷേ 6 ആറ്റമിക് നമ്പർ മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഈ മാസ് നമ്പറിൻ്റെ കേസിൽ മാസ് നമ്പർ കൂടാൻ വേണ്ടി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ ഇടയിൽ ബീറ്റ ഡീക്കേയും കൂടെ നടന്നിട്ടായിരിക്കാം. അപ്പോൾ ആറ്റമിക് നമ്പർ കുറയാണ് ചെയ്യും. ഇപ്പോൾ 2 ബീറ്റ ഡീക്കേ നടന്നു, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ബീറ്റ ഡീക്കേകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ n ഈക്വൽ ടു 5 ആയിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ബീറ്റ ഡീക്കേ എന്ന് പറഞ്ഞാൽ മാസ് നമ്പർ ആഡ് ആവണില്ല. മാസ് നമ്പർ ആരുടെ കോൺട്രിബ്യൂഷൻ മാത്രമായിരിക്കും? ആൽഫ ഡീക്കേൻ്റെ കോൺട്രിബ്യൂഷൻ മാത്രമായിരിക്കും. അപ്പോൾ ആകെ ആൽഫ ഡീക്കേയും ബീറ്റ ഡീക്കേയും മാത്രമുണ്ട്. ഗാമ ഡീക്കേയിൽ എനർജി മാത്രമേ ഉള്ളൂ. ബീറ്റ ഡീക്കേ മാത്രം കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാസ് നമ്പറിൻ്റെ കോൺട്രിബ്യൂഷൻ ആര് മാത്രം കാരണമാണ്? ഇയാൾ മാത്രം. സോ മാസ് നമ്പർ വെച്ചിട്ടുള്ള ആൻസറാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എടുക്കുക. അപ്പോൾ n ഈക്വൽ ടു 5 ആയിരിക്കും ആൻസർ. അപ്പോൾ ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 64. ക്വസ്റ്റ്യൻ നമ്പർ 64 എങ്ങനെ ചെയ്യാം? ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ഓഫ് പാഷൻ സീരീസ്. പാഷൻ സീരീസ് മീൻസ് വാട്ട്? n1 ഈക്വൽ ടു 3. പാഷൻ സീരീസിലെ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് 8182 ആണ്. അപ്പോൾ എന്താണ് 8182? 8182 ഈക്വൽ ടു അല്ലെ 1/8182 ഈക്വൽ ടു 1/λ ഈക്വൽ ടു റിഡ്ബർഗ് കോൺസ്റ്റൻറ്റ് ഇൻറ്റു 1/n1² എന്ന് പറഞ്ഞാൽ 3². ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് നോക്കുക. ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ഓഫ് പാഷൻ സീരീസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് മീൻസ് ലാംഡ ഏറ്റവും ചെറുതാവണം അല്ലേ. ലാംഡ ഏറ്റവും ചെറുതാവണം മീൻസ് എനർജി ഏറ്റവും വലുതാവണം. അപ്പോൾ ഇവിടെ 1/∞² ആണ് എടുക്കേണ്ടത്. ഇൻഫിനിറ്റി വരെയുള്ള എനർജി ഏറ്റവും കൂടുതൽ. സോ ഇത് R/9 ആണ്. ഏത്? 8182 എന്നുള്ളത്. ഓർ R/9 ആണ് 8182 എന്നുള്ളത് ഇക്വേഷൻ നമ്പർ 1. ഇനി എന്താണ് അടുത്തത്? n1 ഈക്വൽ ടു 3. ഇതിൻ്റെ ഫസ്റ്റ് ലൈൻ ഏതായിരിക്കും? n2 ഈക്വൽ ടു എന്തായിരിക്കും? 4. അപ്പോൾ ആ ഫസ്റ്റ് ലൈൻ എങ്ങനെ കണ്ടുപിടിക്കുക? 1/λ ഈക്വൽ ടു റിഡ്ബർഗ് കോൺസ്റ്റൻറ്റ് ഇൻറ്റു 1/n1² മൈനസ് 1/n2². ഞാൻ ആറിന് പകരം 9 × 8182 എന്ന് കൊടുക്കുകയാണ്. ഇൻറ്റു 9/818 അല്ലേ. 9/818 ഇൻറ്റു 1/n1² മീൻസ് വാട്ട്? 1/3² മൈനസ് 1/4². ദാറ്റ്സ് ഇക്വൽ ടു 9/8182 ഇൻറ്റു 4² 16, 16 minus 9 7 by 16 into 9 144 അല്ലെങ്കിൽ 16 into 9 തന്നെ എഴുതണം. 9 ക്യാൻസൽ ചെയ്യും. അപ്പോൾ എന്താണ് ലാംഡ കിട്ടുക? ലാംഡ ഈക്വൽ ടു 16/7 ഇൻറ്റു 8182.
നോക്കുക 16/8 × 8181 8182 ഡബിളാണ് കിട്ടുക. 8182 ഡബിൾ എന്ന് പറഞ്ഞാൽ 16,200 സംതിങ് ആണ്. അതിനേക്കാളും കുറച്ചും കൂടി മേലയിൽ വരിയത്. അപ്പോൾ 16,700 ആയിരിക്കും ഇതിന് ആൻസർ. അപ്പോൾ ഈ ആയിരിക്കും ആൻസർ. നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 65. The nucleus initially at rest breaks up into 2 nuclear fragments with the radii in the ratio 2:1. ഒരു ന്യൂക്ലിയസ് റെസ്റ്റിലാണ്, അത് ന്യൂക്ലിയർ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് ബ്രേക്ക് ചെയ്തു. പിന്നെ ഇവരുടെ റേഡിയസിൻ്റെ റേഷ്യോ 2:1 ആണ്. ദെൻ ദെയർ വെലോസിറ്റീസ് വിൽ ബി ഇൻ ദ റേഷ്യോ. അങ്ങനെയാണെങ്കിൽ അവരുടെ വെലോസിറ്റീൻ്റെ റേഷ്യോ എന്തായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ ഇനീഷ്യലി അറ്റ് റെസ്റ്റ് ആയതുകൊണ്ട് ഇനീഷ്യൽ മൊമെൻറ്റം mv ആണ്, അത് 0 ആണ്. അപ്പോൾ MI/VI 0 ആണ്. അപ്പോൾ ആ 0 ഈക്വൽ ടു ഒരാളുടെ മാസ്, ഞാൻ മാസിനെ എങ്ങനെ എടുക്കുന്നത് 4/3 πr³ റോ ആയിട്ടാണ് എടുക്കുന്നത്, അതായത് വോളിയം ഇൻറ്റു ഡെൻസിറ്റി. അപ്പോൾ ഇതൊക്കെ കോൺസ്റ്റൻ്റ് ആണ് രണ്ടാക്കും. അപ്പോൾ മാസ് എന്നുള്ളത് റേഡിയസ് ക്യൂബിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്, ആണോ അല്ലേ? അപ്പോൾ റേഡിയസ് ക്യൂബാണ് മാസ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇയാളുടെ മാസ് 2³ ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു 2³ ഇൻറ്റു അയാളുടെ വെലോസിറ്റി v1 പ്ലസ് രണ്ടാമത്തെ ആളുടേത് ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു 1³ ഇൻറ്റു അയാളുടെ വെലോസിറ്റി v2. അപ്പോൾ ഈ കോൺസ്റ്റൻറ്റ് കണ്ടെടുത്ത -k ഇൻറ്റു 1³ ഇൻറ്റു v2 ഈക്വൽ ടു k ഇൻറ്റു 2³ ഇൻറ്റു v1. അപ്പോൾ v1/v2 അല്ലേ ചോദിച്ചത്, മൈനസ് ഉണ്ടാവും, ബട്ട് നമ്മൾ അതിൻ്റെ ഡയറക്ഷൻ മാത്രമാണ് 1:8 ഡയറക്ഷൻ മാത്രമാണ് മൈനസ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ 1:8 ആണ് ആൻസർ സി. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 66. The ratio of energy released by 4 kg of hydrogen at sun by fusion process to 23.5 kg of uranium-235 in the nuclear reactor by fission process is. നമുക്ക് assume energy released per fusion is 26 mega electron volt and that per fusion is 200 mega electron volt. അതായത് ഒരു പറഞ്ഞുള്ള റേഷ്യോ ഓഫ് എനർജി റിലീസ്ഡ് ബൈ 4 kg ഓഫ് ഹൈഡ്രജൻ. നമ്മൾക്കറിയാവുന്നത് 4 ഹൈഡ്രജൻ ആറ്റംസ് കൂടിയാലാണ് ഫ്യൂഷൻ നടക്കുക. അതുണ്ടാക്കുന്ന എനർജിയാണ് 26 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. പക്ഷെ നമ്മളോട് പറഞ്ഞത് 4 കിലോഗ്രാം ഹൈഡ്രജൻ എന്നാണ്. അപ്പോൾ 4 കിലോഗ്രാം ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ടാവും, അതാണ് ആദ്യം ആലോചിക്കണം. അപ്പോൾ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് എന്ന് പറഞ്ഞാൽ 4 കിലോഗ്രാം ഗിവൺ മാസ് ബൈ മോളാർ മാസ് എന്ന് പറഞ്ഞത്, ഗിവൺ മാസ് എന്ന് പറഞ്ഞാൽ 4000 ആണ് അല്ലേ, നമ്പർ ഓഫ് മോൾസ് ആണ് ഞാൻ കണ്ടുപിടിക്കുന്നത്. ഗിവൺ മാസ് 4000 ഗ്രാം ബൈ മോളാർ മാസ് എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു അവഗാഡ്രോ നമ്പർ 6 × 10⁻23. അപ്പോൾ 6 × 4 24 × 10⁻26 ഇത്രയും ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. പക്ഷേ നമ്പർ ഓഫ് ഫ്യൂഷൻസ് എത്ര ആയിരിക്കും? നമ്പർ ഓഫ് ഫ്യൂഷൻസ് ഇതിൻ്റെ ബൈ 4, കാരണം 4 ഹൈഡ്രജനാണ് ഒരു ഫ്യൂഷൻ നടക്കുക. സോ ഇത് നമ്പർ ഓഫ് ഫ്യൂഷൻസ് ആണ് ഇതിൻ്റെ ബൈ 4, ദാറ്റ് ഈസ് 6 × 10⁻26 ഫ്യൂഷൻസ്. ഓക്കെ അല്ലേ? ഇനി അപ്പോൾ ഫ്യൂഷൻ്റെ എനർജി ഇൻ ഫ്യൂഷൻ എത്ര ആയിരിക്കും? അപ്പോൾ ഒരു ഫ്യൂഷൻ്റെ എനർജി 26 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ്. അപ്പോൾ ഇത്രയും 6 × 10⁻26 × 26. ഇനി പറഞ്ഞത് 23.5 കിലോഗ്രാം ഓഫ് 235 uranium-235. അപ്പോൾ 23.5 കിലോഗ്രാം ഓഫ് uranium-235 എന്ന് പറഞ്ഞാൽ ഇതേപോലെ നമ്പർ ഓഫ് യുറാനിയം ആറ്റംസ് എത്രയാണ്? നമ്പർ ഓഫ് യുറാനിയം ആറ്റംസ് എത്രയാണ്? ഒരു യുറാനിയം ആറ്റത്തിൽ നിന്നാണ് ഇത്ര എനർജി. അപ്പോൾ നമ്പർ ഓഫ് യുറാനിയം ആറ്റംസ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് യുറാനിയം ആറ്റംസ് ഈസ് ഗിവൺ മാസ് 23.5 ബൈ മോളാർ മാസ് 235 ഇൻറ്റു അവഗാഡ്രോ നമ്പർ 6 × 10⁻23. അപ്പോൾ ഈ 235 23.5 ക്യാൻസൽ ചെയ്താൽ താഴെയാണ് 10 വരിക, അത് മേലേക്ക് പോകുമ്പോൾ 6 × കിലോഗ്രാം ആണ് ഇൻറ്റു 10⁻3 ഉണ്ട്. സോ 6 × 10⁻26 നമുക്കത് ബൈ 10 ആയതുകൊണ്ട് 25, ഇത് 1/10 ആയതുകൊണ്ട് 25. 6 × 10⁻25 ആണ് നമ്പർ ഓഫ് യുറാനിയം ആറ്റംസ്. ഇനി നമുക്ക് എനർജീൻ്റെ റേഷ്യോ ആണ് വേണ്ടത്. സോ എനർജി ഇൻ ഫിഷൻ എത്രയാണ് വരിക? ഫിഷൻ ഈക്വൽ ടു 6 × 10⁻25 ഇൻറ്റു എനർജി, ഒരു ഫ്യൂഷൻ കാരണമുള്ള എനർജി എത്രയാണ്? 200 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ നമുക്ക് രണ്ടിൻ്റെ റേഷ്യോ എനർജി ബൈ ദ റേഷ്യോ ഓഫ് എനർജി, അപ്പോൾ ബൈ എനർജി ഫ്യൂഷൻ ബൈ എനർജി ഫിഷൻ ഈക്വൽ ടു 6 × 10⁻26 ഇൻറ്റു 26 ഡിവൈഡഡ് ബൈ 6 × 10⁻25 ഇൻറ്റു 200. ഓക്കെ, അപ്പോൾ 6 ക്യാൻസൽ ചെയ്ത് 10⁻26 ഒരു 10 വന്നു. 260/200 എന്ന് കിട്ടും. അപ്പോൾ 0 ക്യാൻസൽ ചെയ്താൽ 13/10 എന്ന് കിട്ടും. ആൻസർ സി ആണോ? സി ഓപ്ഷൻ. ഓക്കെ, ദിസ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 67. Question number 67.
If the germanium diode in the circuit is reverse biased, current through the 2 kilo ohm resistor. അതായത് ഇവിടെ ഒരു ജെർമേനിയം ഡയോഡ് തന്നിട്ടുണ്ട്, ഒരു സിലിക്കൺ ഡയോഡും തന്നിട്ടുണ്ട്. ഇവിടെ 2 കിലോ ഓം റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ 15 വോൾട്ട് സെല്ലുണ്ട്. നമുക്ക് ഈ സാധാരണ കേസിൽ ഇങ്ങനെ തരുമ്പോൾ ജെർമേനിയത്തിൻ്റെ കട്ടിൻ വോൾട്ടേജ് എത്രയാണ്, അതായത് ആ നീ വോൾട്ടേജ് എത്രയാണ്, സിലിക്കണിൻ്റെ നീ വോൾട്ടേജ് എത്രയാണെന്നൊക്കെ തരും. പക്ഷെ ഇവിടുത്തെ കേസിലൊന്നും തന്നിട്ടില്ല. ഐഡിയൽ ഡയോഡായിട്ട് അവരെ എടുക്കാനും പറ്റില്ല. കാരണം ഐഡിയൽ ഡയോഡായിട്ട് എടുത്താൽ ഉള്ള ബുദ്ധിമുട്ട് ഈ രണ്ടാൾക്കും ഇവിടെ ഒരു എഫക്റ്റും ഉണ്ടാവില്ല. കാരണം രണ്ടാളും സീരീസ് ആയിട്ട് തന്നെ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ വേറെ നിവൃത്തിയില്ല, രണ്ടാൾക്കും ഒരേ വോൾട്ടേജ് പോലെയാണ് ഉള്ളതെന്നോ അല്ലെങ്കിൽ രണ്ടാളും ഐഡിയലായിട്ട് തന്നെയാണ് നമ്മൾ അവിടെ അസ്യൂം ചെയ്യണത് ഏറ്റവും നല്ലത്. അപ്പോൾ രണ്ടാളും ഇങ്ങനെ ബോത്ത് ഐഡിയലായിട്ട് നമ്മൾ അസ്യൂം ചെയ്യും. ഐഡിയലായിട്ട് അസ്യൂം ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട് സിലിക്കൺ ജെർമേനിയം എന്നുള്ള രണ്ട് മെറ്റീരിയലായിട്ട് നമ്മൾ പിന്നെ വ്യത്യാസം ഇല്ല. രണ്ട് ഐഡിയൽ എന്ന് പറഞ്ഞാൽ പിന്നെ സിലിക്കൺ ആണെങ്കിൽ ജെർമേനിയം ആണെങ്കിൽ ഐഡിയൽ ഡയോഡാണ്. ഐഡിയൽ ഡയോഡിൻ്റെ പ്രത്യേകത എന്താ? ഫോർവേഡ് ബയസ് ആണെങ്കിൽ ഷോർട്ട് സർക്യൂട്ടാണ്, ഫുൾ കറണ്ട് ആയിക്കോട്ടെ ഫ്ലോ ചെയ്യും. പിന്നെ ഇതാണെങ്കിലോ റിവേഴ്സ് ബയസ് ആണെങ്കിലും ഓപ്പൺ സർക്യൂട്ടാണ്. അപ്പോൾ രണ്ടാളും ഇപ്പോൾ ഷോർട്ട് സർക്യൂട്ടാണ്. സോ 15 അല്ലേ, 50 രണ്ടാൾ ഷോർട്ട് സർക്യൂട്ട് ആണെങ്കിൽ ഒറ്റ വര വരച്ചാൽ പോരെ 2 കിലോ ഓം. അപ്പോൾ ഇത് കൂടെയുള്ള കറണ്ട് എത്ര വരിക? 15/2 കിലോ ഓം, ദാറ്റ് ഈസ് 7 മില്ലി ആംപിയർ, 7.5 മില്ലി ആംപിയർ. നമ്മളോട് ചോദിച്ചത് ഈ ജെർമേനിയം ഡയോഡിനെ റിവേഴ്സ് ബയസ് ചെയ്തു, ജെർമേനിയത്തിന് റിവേഴ്സ് ബയസ് ചെയ്തു. റിവേഴ്സ് ബയസ് ചെയ്താൽ അയാൾ മാത്രം ഓപ്പൺ ആവും. അപ്പോൾ അപ്പോഴും സിലിക്കണിലൂടെ കറണ്ട് ഒഴുകുമല്ലോ, സിലിക്കൺ അപ്പോഴും ഫോർവേഡ് അല്ലേ. അപ്പോൾ ജെർമേനിയം മാത്രം ഓപ്പൺ ആയാൽ സർക്യൂട്ടിൻ്റെ സ്ഥിതി എന്താവും? ഇവിടെ അങ്ങനെ ഒരു ഓപ്പൺ, അതുകൊണ്ട് വലിയ കാര്യമുണ്ടോ? കറണ്ട് ഇത് കൂടെ തന്നെയല്ലേ ഫ്ലോ ചെയ്യുക, റെസിസ്റ്റൻസ് കൂടെ. സോ കറണ്ട് അപ്പോഴും എത്ര തന്നെയാണ്? 7.5 മില്ലി ആംപിയർ. അപ്പോൾ ഐഡിയൽ ഡയോഡായിട്ട് എടുക്കുക നിവൃത്തിയുള്ളൂ. ഐഡിയൽ ഡയോഡായിട്ട് എടുത്താൽ അവിടെ കറണ്ട് എന്ത് ചെയ്യില്ല, ചേഞ്ച് ചെയ്യില്ല, ഡസ് നോട്ട് ചേഞ്ച്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 68. The contribution of total current in a semiconductor due to electrons and holes are 0.75 and 0.25. അതായത് ഇലക്ട്രോൺസ് കാരണമുള്ള കറണ്ട് ടോട്ടൽ കറണ്ടിൻ്റെ 0.75 ആണ്, ഹോൾസ് കാരണമുള്ള കറണ്ട് ടോട്ടൽ കറണ്ടിൻ്റെ 0.25 ആണ്. ഇനി ദ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഈസ് 3/2 ടൈംസ് ദാറ്റ് ഓഫ് ഹോൾസ് അറ്റ് ദിസ് ടെമ്പറേച്ചർ. അങ്ങനെയാണെങ്കിൽ റേഷ്യോ ഓഫ് ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ആൻഡ് ഹോൾ കോൺസെൻട്രേഷൻ ഈസ്, നമുക്ക് കറണ്ട് ഈക്വൽ ടു NEA ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്നാണ് ഇക്വേഷൻ അറിയാം. അപ്പോൾ ഇവിടുത്തെ കേസിൽ പിന്നെ കറണ്ട് ഡ്യൂ ടു ഇലക്ട്രോൺസ് ഈക്വൽ ടു നമ്പർ ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺസ് ഇൻറ്റു ചാർജ് ഓഫ് ഇലക്ട്രോൺസ് ഇൻറ്റു ഏരിയ ഇൻറ്റു ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസ്. കറണ്ട് ഡ്യൂ ടു ഹോൾസിന് എന്താ ഇക്വേഷൻ? നമ്പർ ഡെൻസിറ്റി ഓഫ് ഹോൾസ് ഓർ കോൺസെൻട്രേഷൻ ഓഫ് ഹോൾസ് ഇൻറ്റു ഹോൾസിൻ്റെ ചാർജ് ഇലക്ട്രോണിൻ്റെ ചാർജ് ആയിട്ട് തന്നെ എടുക്കാം, പോസിറ്റീവ് ഇൻറ്റു ഏരിയ ഇൻറ്റു ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ഹോൾസ്. ഇത് രണ്ട് റേഷ്യോ എടുത്ത് നോക്കുക. അതല്ലേ ചോദിച്ചത്, റേഷ്യോ ബിറ്റ്വീൻ ഇലക്ട്രോൺ ഈ NENH ആണ് ചോദിച്ചത്, ഹോൾ കോൺസെൻട്രേഷൻ. IE/IH ചെയ്യാൻ ഇതിനെ 0.75I, ഇത് 0.25I അല്ലേ, ഈക്വൽ ടു NE/NH ഇൻറ്റു ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഈസ് 3/2 ടൈംസ് ദാറ്റ് ഓഫ് ഹോൾ. അപ്പോൾ 3/2 VDH/VDH. മനസ്സിലായിട്ടോ? VDH ക്യാൻസൽ ചെയ്യും. നമുക്ക് 0.7531 ചെയ്യാലോ, ആ 3 ഇത് ക്യാൻസൽ ചെയ്യാലോ. സോ NE/NH I ക്യാൻസൽ ചെയ്യാം. NE/NH ഈക്വൽ ടു ഈ 2 ഇങ്ങോട്ട് വരും, 2:1 ആണ് ആൻസർ വരിക, ഓപ്ഷൻ E. ക്ലിയർ അല്ലേ? ഇത് ഡയറക്റ്റ് ആയിട്ട് ഈ ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. നെക്സ്റ്റ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 69. In a common emitter amplifier, the input resistance and output resistances are 200 and 500. If the voltage gain of amplifier is 50, then the power gain is. അതായത് ഇൻപുട്ട് റെസിസ്റ്റൻസ് എത്രയാണ്? 200 ഓം. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എത്രയാണ്? 500 ഓം അല്ലേ. വോൾട്ടേജ് ഗെയിൻ AV എത്രയാണ്? 50. അങ്ങനെയാണെങ്കിൽ പവർ ഗെയിൻ AP എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് പിന്നെ പവർ ഗെയിൻ ഈക്വൽ ടു V²/R എന്നുള്ള ഇക്വേഷൻ വേണമെങ്കിൽ ചെയ്യാം. സോ AV² റെസിസ്റ്റൻസ് ഗെയിൻ. ഓക്കെ, V²/R എന്നല്ലേ പവർ. സോ വോൾട്ടേജ് ഗെയിൻ സ്ക്വയർ റെസിസ്റ്റൻസ് ഗെയിൻ. സോ വോൾട്ടേജ് ഗെയിൻ സ്ക്വയർ എത്രയാണ്? 50 × 50 ബൈ റെസിസ്റ്റൻസ് RI മേലെ വരും, 200/RO താഴെ വരും അല്ല, എങ്ങനെയല്ലേ വരിക? 500. അപ്പോൾ 0 0 ഒരു 15 ക്യാൻസൽ ചെയ്തു, 5 × 200 1000 ആണ് വരിക. ആൻസർ B, സെക്കൻഡ് ഓപ്ഷൻ.
Question number 70. The gates that give output y equal to 0 for the inputs a equal to 1 and b equal to 1. നമുക്ക് എയും ബിയും 1 ആവണം. അപ്പോൾ ഔട്ട്പുട്ട് 0 തരണം. അപ്പോൾ എ പ്ലസ് ബി ചെയ്താൽ 1 കിട്ടുക, എ ഇൻറ്റു ബി ചെയ്താൽ 1 കിട്ടുക, എ പ്ലസ് ബി ഹോൾ ബാർ ചെയ്താൽ 0 കിട്ടുക, എ ഇൻറ്റു ബി ഹോൾ ബാർ ചെയ്താലും 0 കിട്ടുക. ഇത് ഏതൊക്കെയാണ്? നാൻഡ് ഗേറ്റ് അല്ലേ? ഇത് നോർ ഗേറ്റ്, ഇത് നാൻഡ് ഗേറ്റ്. നോർ ഗേറ്റ് ആണെങ്കിലും ശരി, നാൻഡ് ഗേറ്റ് ആണെങ്കിലും ശരി, ഔട്ട്പുട്ട് 0 ആണ് കിട്ടുക. 1 ഉം ഇൻപുട്ട് കൊടുത്താൽ. സോ ആൻസർ ഈസ് നോർ ആൻഡ് നാൻഡ് ഗേറ്റ്. ഏതാണ്? ഓപ്ഷൻ ഡി. 71. Question number 71. In amplitude modulation, audio frequency of 700 Hz, the appropriate carrier frequency to be used is. നമുക്ക് ശരിക്കും ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ തിയററ്റിക്കലി ഏത് കരിയർ ഫ്രീക്വൻസി യൂസ് ചെയ്താലും വർക്ക് ചെയ്യും. നമ്മൾ പറഞ്ഞിരിക്കുന്ന അതിനേക്കാളും, അതായത് ഓഡിയോ ഫ്രീക്വൻസിനേക്കാളും വലുതാവണം, കാരണം മോഡുലേഷൻ അല്ലേ. പക്ഷേ ഈ പറഞ്ഞ ഓപ്ഷൻസ് എല്ലാം വലുതാണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് കൺവെൻഷണൽ എ എം ആണെങ്കിൽ ഏതാണ്? സാധാരണ നമ്മൾ എ എം ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷന് ഒരു ഫ്രീക്വൻസി റേഞ്ചാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇത് ആ NCERT ടേബിളത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ NCERT ടേബിൾ മര്യാദയ്ക്ക് നോക്കി മനസ്സിലാക്കിയ ആൾക്കാർക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ എ എമ്മിൻ്റെ റേഞ്ച് NCERT 550 kHz to 1600 kHz ആണ്. ഈ റേഞ്ചിലാണ് എ എമ്മിൻ്റെ ഫ്രീക്വൻസി, കാരിയർ ഫ്രീക്വൻസി വരിക. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ റേഞ്ചിൽ വരുന്ന ഒരേ ഒരു ഫ്രീക്വൻസി ഏതാണ്? 1000 kHz ആണ്. അപ്പോൾ 1000 kHz ആണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാരിയർ ഫ്രീക്വൻസി വരിക. ഓക്കെ, ഇനി 72. Question number 72. Question number 72 the maximum line of sight distance between transmitting antenna and receiving antenna. ലോയസ്റ്റ് കമ്മ്യൂണിക്കേഷൻ്റെ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണിത്. നമുക്കറിയാം മാക്സിമം എത്ര ഡിസ്റ്റൻസ് ആണ് വരിക? √2r അല്ലേ? √2r ഇൻറ്റു ട്രാൻസ്മിഷൻ ആൻറ്റിന ഹൈറ്റ്, ആർ എന്നുള്ള റേഡിയസ് ഓഫ് എർത്ത് അല്ലേ, പ്ലസ് √2r ഇൻറ്റു റിസീവിങ് ആൻറ്റിനൻ്റെ ഹൈറ്റ്. അപ്പോൾ ഇത് അങ്ങനെ ഒരു ഓപ്ഷൻ ഏതാ ഉള്ളത്? ഓപ്ഷൻ ഇ. ഓക്കെ അല്ലേ?